നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻട്രിക്കാണ് പ്രശ്നം. എൻട്രിക്ക് ഗോളടിച്ച് ഡാൻസ് ചെയ്തതാണ് പ്രശ്നം. അഷ്റഫ് ഹക്കീമിക്ക് പിടിച്ചിട്ടില്ല, ലൂയിസ് എൻട്രിക്കയ്ക്ക് പിടിച്ചിട്ടില്ല. എങ്ങനെ പിടിക്കും? PSG പാർക്ക് ഡിസ്പെൻസസിലിട്ട് പയ്യനങ്ങ് കത്തിച്ച് കളഞ്ഞില്ലേ. ഗോളടിച്ചതിന് ശേഷമുള്ള എൻട്രിക്കിൻ്റെ ഡാൻസ് അത് പിടിച്ചില്ല അഷ്റഫ് ഹക്കീമിക്ക്. ഹക്കീമി അവനോടെന്തോ പറഞ്ഞ് പോകുന്നതും കണ്ടു. പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പോൾ ഹക്കീമി പറഞ്ഞത്, ഞാൻ അവൻ്റെ ഡാൻസ് ഞങ്ങളുടെ ഫാൻസിന് നേരെ ചെയ്യുന്നത് സമ്മതിക്കില്ല, അതെനിക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഫുട്ബോളിൻ്റേതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെനിക്ക് ദേഷ്യം വരും, പ്രത്യേകിച്ച് ഞങ്ങൾ തോറ്റുകൊണ്ട് നിൽക്കുമ്പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. പ്രത്യേകിച്ച് തോറ്റുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഡാൻസ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടാക്കുന്ന ആരാ? ഹക്കീമി. സ്പെയിനെതിരെ വേൾഡ് കപ്പിൽ ഡാൻസ് ചെയ്ത അതേ ഹക്കീമി. പിന്നെ ആഫ്കോണിൻ്റെ ഫൈനലിൽ എതിർ ടീമിൻ്റെ ഗോൾ കീപ്പറുടെ ടവലെടുത്ത് വലിച്ചെറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഹക്കീമി. ഇതൊന്നും ഫുട്ബോളിൻ്റെതല്ലാത്ത കാര്യങ്ങളാകുമ്പോൾ ദേഷ്യം വരുന്നതാണ് ഹക്കീമിക്ക്. സ്വാഭാവികമായിട്ടും ആരാധകരെടുത്തങ്ങ് എടുക്കുന്നുണ്ട് ഈ ഒരു പ്രതികരണത്തിന് പിന്നാലെ. പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഫുട്ബോളിൻ്റെതല്ലാത്ത കാര്യങ്ങൾ, അതെ ഹക്കീമിയുടെ വേറെ ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിരുന്നതൊക്കെ ആളുകളിപ്പോൾ എടുത്ത് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്നറിയോ? PSG തോൽവി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ടീമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു താരം ഗോളടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലേ, ലൂയിസ് എൻട്രിക്കെ കംപ്ലീറ്റ്ലി കളി കഴിഞ്ഞിട്ട് എൻട്രിക്കിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കൈ കൊടുക്കാൻ പോയ എൻട്രിക്കിനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ലൂയിസ് എൻട്രിക്കെ നമ്മൾ കാണുന്നുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ തോറ്റപ്പോൾ ആ തോൽവി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ പ്രശ്നമുണ്ടാക്കിയ ടീമാണ് PSG എന്ന കാര്യം ഓർക്കുക. തോൽവി അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ PSG എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ളത്. ഏതായാലും ഹക്കീമി പറഞ്ഞ ഒന്നുകൂടി പറയാം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം. എൻ്റെ ടീം തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ അവൻ ഞങ്ങളുടെ ഫാൻസിന് നേരെ ചെയ്യുന്നത് അത് സമ്മതിക്കാൻ പറ്റില്ല, തടയണം. അവൻ ഫുട്ബോൾ കളിക്കട്ടെ, അവൻ നല്ലൊരു കളിക്കാരനാണ്. പക്ഷേ ഫുട്ബോൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇടപെടും, അത് എന്നെ ദേഷ്യത്തിലേക്കാക്കും, പ്രത്യേകിച്ച് ഞങ്ങൾ തോൽക്കുമ്പോൾ എന്നാണ്. അപ്പോൾ ഇതാണ് ഹിപ്പോക്രസി. എതിർ ടീമിന് നേരെ ഹക്കീമൊക്കെ ഡാൻസ് ചെയ്യാം, എതിർ ടീമിൻ്റെ ഗോൾ കീപ്പറുടെ ടവലെടുത്ത് വലിച്ചെറിയാം. പക്ഷേ മറ്റുള്ളവർ വന്ന് തങ്ങളുടെ ടീമിനെതിരെ ഗോളടിച്ചുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്ത പ്രശ്നമാണത്രേ. വീഡിയോസ് അയക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.